ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില വാർത്തകളാണ് നമ്മൾ കവർ ചെയ്യുന്നത്. ആസിയാൻ കരാർ, ഈ ഒരു ബിസിനസ് എഗ്രിമെന്റ്, ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ആണ്. അത് ആസിയാൻ ഗ്രൂപ്പിലുള്ള രാജ്യങ്ങളുമായിട്ട് ഒരു ട്രേഡ് എഗ്രിമെന്റ് ആണ് ഒപ്പുവെച്ചിരിക്കുന്നത്. അതായത് ഇതിനു മുമ്പ് 2009 നമ്മൾ ഈ ഒരു 45 ബില്യൺ നഷ്ടം ഈ ഒരു ആസിയാൻ കരാറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ടായി. അത് ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിവ് ആൻഡ് ടേക്ക് പേയ്മെന്റ് മെത്തേഡിൽ ചില ലാബ്സ് വന്നതുകൊണ്ട് തന്നെ നമ്മൾ പിന്നീട് അതിൽ വലിയ താല്പര്യം കാണിച്ചില്ല. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇപ്പോഴാണ് വീണ്ടും ഈ ഒരു ആസിയാൻ കരാർ നമ്മൾ ഒപ്പുവെച്ചിരിക്കുന്നത്. അന്നത്തെ ഒരു അവസ്ഥയല്ല ഈ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളായിട്ട് കിടക്കുന്ന ചില രാജ്യങ്ങളുടെ അവസ്ഥ. അപ്പൊ ഇപ്പൊ കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് വരും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഈ ഒരു കരാറിൽ നമ്മൾ ഒപ്പിട്ടിരിക്കുന്നത്. ഇതിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ കംബോഡിയ, മലേഷ്യ, ലാവോസ്, ബ്രൂണെ, ഇന്തോനേഷ്യ, മ്യാൻമർ, ഇത്രയും രാജ്യങ്ങളാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതായത് പേയ്മെന്റിൽ എന്തെങ്കിലുമൊക്കെ ലാപ്സ് വരുന്നെങ്കിൽ ബ്രൂണയിലൊന്നും ആ രീതിയിൽ വരാറില്ല. പക്ഷേ ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ കുറച്ച് കൺസേൺ ആണ്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും താരിഫോ അങ്ങനെ ഒരു സംഭവങ്ങളൊന്നുമില്ല. അതുപോലെ ഇന്ത്യ വളരെ ബോൾഡായിട്ട് അമേരിക്കയുടെ ഒരു ആർമഡ് ഫൈറ്റിംഗ് വെഹിക്കിൾ, ആ വെഹിക്കിളിനെ റിജക്ട് ചെയ്തിരിക്കുകയാണ്. ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യ അമേരിക്കയുടെ ഒരു സാധനം പരീക്ഷിച്ചിട്ട് റിജക്ട് ചെയ്തിരിക്കുന്നത്. പല സാഹചര്യങ്ങളിലും ഇന്ത്യ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ആൻസേഴ്സ് ആണ് കൊടുക്കാറ്. പക്ഷെ ഇത്തവണ ഇന്ത്യ വളരെ ബോൾഡായിട്ട് അതിനെ റിജക്ട് ചെയ്തിരിക്കുകയാണ്. ടാറ്റയും DRDOയും ചേർന്ന് നിർമ്മിക്കുന്ന WHAP എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്ന ആമോഡ് ഫൈറ്റിംഗ് വെഹിക്കിൾ നമുക്കുണ്ട്. ഇത് നമ്മൾ ഓൾറെഡി തന്നെ മൊറോക്കോയ്ക്ക് കയറ്റി അയച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നും 100 പീസാണ് നമ്മൾ കയറ്റി അയച്ചിരിക്കുന്നത്. നല്ല രീതിയിൽ ഇപ്പൊ മാനുഫാക്ചറിങ് നമുക്ക് ഇന്ത്യക്കുള്ളിൽ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യക്ക് വേണ്ട രീതിയിൽ, ഇന്ത്യയുടെ ആ ഒരു ലാൻഡിനൊത്ത രീതിയിൽ രൂപകൽപ്പന ചെയ്ത നല്ല ഗ്രേഡ് ആയിട്ടുള്ള സ്റ്റീലും അയണൊക്കെ ഇട്ട് തന്നെയാണ് നമ്മൾ ഈ രീതിയിലുള്ള വെഹിക്കിൾസ് ഒക്കെ ഇപ്പൊ നമ്മൾ ഇന്ത്യക്കുള്ളിൽ ഉത്പാദിപ്പിക്കുന്നത്. പക്ഷെ ഇത് തികച്ചും അമേരിക്കൻ ഒരു ലാൻഡ് നേച്ചർ അനുസരിച്ച് ഉത്പാദിപ്പിക്കപ്പെട്ട ഒരു ആംഡ് വെഹിക്കിൾ ആണ്. അപ്പൊ ആ ഒരു വെഹിക്കിൾ ഇന്ത്യക്ക് ഇന്നത്തെ ഒരു സാഹചര്യം അനുസരിച്ച് അത് സൂട്ടബിൾ അല്ല എന്നാണ് ഇന്ത്യ പറഞ്ഞ് റിജക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം US-ന്റെ ഈ ഒരു കോമ്പാക്ട് വെഹിക്കിളുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ എടുത്ത ഈ ഒരു നിലപാട് ഗ്ലോബൽ സൗത്തിൽപ്പെട്ട രാജ്യങ്ങളായിക്കോട്ടെ, അതേപോലെ ആഫ്രിക്കൻ റീജിയനിൽ വരുന്ന രാജ്യങ്ങളായിക്കോട്ടെ, അതേപോലെ ഏഷ്യൻ സൈഡിലുള്ള രാജ്യങ്ങളായിക്കോട്ടെ, ഇനി ഇത് മേടിക്കാൻ പോകുന്ന രാജ്യങ്ങളെല്ലാം തന്നെയും ഇതിനെ ഒന്ന് വിലയിരുത്തും. ഇന്ത്യൻ റിപ്പോർട്ട്, ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന ഈ ഒരു റിപ്പോർട്ടിനെ വിലയിരുത്തും. എല്ലാ വെഹിക്കിൾ മേടിക്കുമ്പോഴത്തേക്കും അതിനൊരു റിപ്പോർട്ടുണ്ട്. പല രീതിയിലുള്ള റിപ്പോർട്ടുകളെല്ലാം അനലൈസ് ചെയ്തിട്ടാണ് ഈ സാധനം മേടിക്കുന്നത്. പിന്നെ ഏതെങ്കിലും തരത്തിൽ രാജ്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ചില നെഗോസിയേഷന്റെ ഭാഗമായിട്ടൊക്കെ മേടിച്ച് കൂട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ വളരെ എഫക്റ്റീവായിട്ട് ഒരു ആർമിക്ക് വേണ്ടി വാങ്ങണം എന്ന് ഉദ്ദേശിച്ച് വളരെ ഡെഡിക്കേറ്റീവായിട്ട് പർച്ചേസ് നടത്തുമ്പോഴത്തേക്കും അവര് ഇതിനു മുമ്പ് ഇതിനെ അപ്രോച്ച് ചെയ്തിരുന്ന രാജ്യങ്ങളുടെ റിപ്പോർട്ടും സ്റ്റേറ്റസും കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യാറുണ്ട്. ആ ഒരു വിഷയം വെച്ച് നോക്കുമ്പോഴത്തേക്കും അമേരിക്കൻ കോമ്പാക്ട് വെഹിക്കിൾ എക്സ്പോസ് ആയി എന്ന് വേണമെങ്കിൽ പറയാം. അതിനെ തുറന്നു കാണിച്ചിരിക്കുകയാണ്. അതിന്റെ വീക്ക്നെസ്സിനെ കുറിച്ച് തുറന്നു കാണിച്ചിരിക്കുകയാണ് ഇന്ത്യ. ആ ഒരു വീക്ക്നെസ്സുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ട്, ഡീറ്റെയിൽഡ് റിപ്പോർട്ട് തന്നെ ഇന്ത്യ പുറത്തു വിട്ടിട്ടുണ്ട്. ജനറൽ ഡൈനാമിക് ലാൻഡ് സിസ്റ്റം എന്ന് പറഞ്ഞ കമ്പനിയാണ് അമേരിക്കയിൽ ഈ കോമ്പാക്ട് വെഹിക്കിൾ നിർമ്മിക്കുന്നത്. അതുപോലെ ഇറ്റലിയും ഫ്രാൻസും ഇറ്റലിയും ഇന്ത്യയുമായിട്ട് നല്ല സഹകരണം തന്നെയാണ്. അതിൽ യാതൊരു മാറ്റമില്ല. പഴയതുപോലെ തന്നെ നമ്മൾ റഫേലിന്റെ ഫൈറ്റർ ജെറ്റൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏതാണ്ട് 26ഓളം മറൈൻ റഫേൽ ഫൈറ്റർ ജെറ്റ് നമ്മൾ ഓർഡർ ചെയ്ത് വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ഫ്രാൻസുമായിട്ട് നല്ല രീതിയിലുള്ള ഡീലിംഗ് ആണ് നമുക്കുള്ളത്. ഫ്രാൻസുമായിട്ട് ഇന്ത്യൻ മാനുഫാക്ചറിംഗിന്റെ യൂണിറ്റ് വരെ നമ്മൾ ഇന്ത്യക്കുള്ളിൽ സ്റ്റാർട്ട് ചെയ്യാൻ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പ്രോജക്റ്റുകൾ. അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് ഫ്രാൻസും ഇറ്റലിയും ചേർന്നിട്ട് ടോർപിഡോസ് ഇന്ത്യക്ക് സപ്ലൈ ചെയ്തിട്ടുണ്ട്. കാൽവേരി ക്ലാസ് സമറൈനിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടോർപിഡോസ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഈ ടോർപിഡോസ് ഇറ്റലിയുടേത് ബ്ലാക്ക് ഷാർക്ക് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്ന ടോർപിഡോ, ഹെവി വെയിറ്റ് ടോർപിഡോസ് ആണ് ഇതെല്ലാം. അതുപോലെ ഫ്രാൻസിന്റേത് F2 കാറ്റഗറിയിൽ വരുന്ന ടോർപിഡോസ് ആണ്. ഇന്ത്യക്ക് ഇവർ ഈ ഒരു കാൽവേരി ക്ലാസ് സമറൈനിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടോർപിഡോസ് ഇറ്റലിയും ഫ്രാൻസും സപ്ലൈ ചെയ്യും. അപ്പൊ അതിനും ഒരു ധാരണയായിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഉള്ളിൽ ഒരു കീ പൊസിഷനിലുള്ള ഒരു ഓഫീസർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. മിലിറ്ററി ഉദ്യോഗസ്ഥനാണ്. മേജർ കാറ്റഗറിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. മേജർ കാറ്റഗറി എന്ന് പറയുമ്പോൾ അറിയാലോ, അത്രയും ഉന്നത പൊസിഷനാണ് ഹോൾഡ് ചെയ്യുന്നത്. മേജർ അൻവർ കക്കാർ എന്നാണ് പുള്ളിയുടെ പേര്. പാകിസ്ഥാന്റെ ആർമിക്കുള്ളിൽ ഇങ്ങനെ ആക്രമണങ്ങൾ നടക്കുന്നത് ഒരു തുടർക്കഥയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും തന്നെ നമുക്ക് പറയാൻ വാർത്തകൾ വരുന്നുണ്ട് പാകിസ്ഥാന്റെ ഉള്ളിൽ നിന്ന്. ബലൂചിസ്ഥാന്റെ സൈഡിൽ നടന്ന ആക്രമണമാണിത്. BLA ആർമിയാണ് നടത്തിയത്. അവരിത് ഏറ്റെടുത്തിട്ടുണ്ട്. കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബൈക്കിൽ വന്ന് ബോംബ് ഡ്രോപ്പ് ചെയ്തിട്ട് പോയി വണ്ടിക്കുള്ളിൽ. അങ്ങനെയാണ് ഈ ഒരു ബ്ലാസ്റ്റ് സംഭവിച്ചതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ BSF പഞ്ചാബ് മേഖലയിൽ പാകിസ്ഥാന്റെ ഉള്ളിൽ നിന്നും ഇൻഫിൽട്രേറ്റ് ചെയ്ത് വന്ന ഒരു ഡ്രോൺ ഇന്റർസെപ്റ്റ് ചെയ്ത് അതിനെ എടുത്തിപ്പോൾ വെച്ച് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് സംഗതി എന്നുള്ളത്. അത് വേറെ ഒന്നുമില്ല, ചൈനീസ് ഐറ്റമാണ്. ഒരു പേരും ബ്രാൻഡും ഒന്നും ഇല്ലാത്ത ഒരു അൺമാൻഡ് വെഹിക്കിൾ എന്ന് വേണമെങ്കിൽ കരുതാം. ആ രീതിയിലുള്ള ഡ്രോൺ ആണ് പഞ്ചാബ് മേഖലയിലേക്ക് പാകിസ്ഥാൻ കടത്തിവിട്ടത്. പല രീതിയിലും ഇന്ത്യക്കുള്ളിൽ നുഴഞ്ഞു കയറാൻ വേണ്ടിയിട്ട്
എവിടെയെങ്കിലൊക്കെ സെക്യൂരിറ്റി വീഴ്ചകളുണ്ടോ, ഏത് സൈഡിലാണ് സെക്യൂരിറ്റി ഓഫീസേഴ്സിന്റെ ഗ്യാപ്പ് ഉള്ളത്, ഏത് വഴി പോയാൽ കയറി പോവാം എന്നുള്ള കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കാനാണ് ഈ പരിപാടികളൊക്കെ നടക്കുന്നത്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും നുഴഞ്ഞുകയറ്റക്കാരെ കയറ്റിവിടാൻ വേണ്ടിയിട്ടാണ് ഈ പ്രവർത്തനം പാകിസ്ഥാൻ തുടരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്തായാലും ഇത്തവണ പണി പാളി. ഇന്ത്യ കൃത്യമായി അതിനെ ഇന്റർസെപ്റ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്, ലാബിൽ വെച്ചിട്ടുണ്ട്, പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കശ്മീരിന്റെ ഉള്ളിൽ 10 മേഖലകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നുണ്ട് കശ്മീർ പോലീസ്. JNK പോലീസാണ് അന്വേഷിക്കുന്നത്. ഇത് വേറെ ഒന്നും കൊണ്ടല്ല, പാകിസ്ഥാനിൽ നിന്നും ഫണ്ട് വന്നതുമായിട്ട് ബന്ധപ്പെട്ട് പാകിസ്ഥാന്റെ ഉള്ളിലെ ജയ്ഷ് എന്ന് പറഞ്ഞ സംഘടനയിൽ നിന്നും ഫണ്ട് കശ്മീരിന്റെ ഉള്ളിലേക്ക് യുവാക്കളെ ലക്ഷ്യമിട്ട് ഇവിടെ കലാപം സൃഷ്ടിക്കുന്ന രീതിയിൽ പ്രവർത്തികൾ നടത്താൻ വേണ്ടിയിട്ട് ഫണ്ട് ഒഴുക്കിയതായിട്ടുള്ള ഒരു ഇന്റലിജൻസ് വിവരത്തിനെ തുടർന്നാണ് ഈ ഒരു സെർച്ച് നടത്തിയത്. ഇതിൽ നിർണായകമായിട്ടുള്ള ചില വ്യക്തികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നും കൂടി വാർത്തയുണ്ട്. പക്ഷെ പേര് വിവരങ്ങളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. പാകിസ്ഥാന്റെ ഉള്ളിൽ നിന്നും ഇന്ത്യക്കുള്ളിൽ ഈ ഒരു ഫണ്ടിങ് നടത്തിയ വ്യക്തിയുടെ പേര് അവർ കൊടുത്തിട്ടുണ്ട്. അബ്ദുല്ല ഗാസി എന്നാണ് അയാളുടെ പേര്. ഇയാൾ ജയ്ഷെ മുഹമ്മദ് സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ്. ഈ വ്യക്തിയെ കേന്ദ്രീകരിച്ച് നടത്തിയ ഇന്റലിജൻസ് വിവരശേഖരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യക്കുള്ളിൽ ഫണ്ടിങ് നടന്നിട്ടുണ്ട് എന്നുള്ള വിവരം ഇന്ത്യൻ ഇന്റലിജൻസിന് കിട്ടിയതായിട്ടും അതിനെ തുടർന്നാണ് ജമ്മു കാശ്മീർ പോലീസിനെ വെച്ച് തന്നെ ഈ അന്വേഷണം 10 സ്ഥലങ്ങളിൽ കേന്ദ്രീകരിച്ച് നടത്താൻ തീരുമാനിച്ചത്. അമേരിക്കയിലെ പെന്റഗനിൽ ഒരു 2 ആഴ്ചത്തേക്ക് സർവീസ് വീക്ക് ഗ്യാപ്പ് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അതിന് കാരണം വേറെ ഒന്നുമില്ല, ഈ പെന്റഗന്റെ ഉള്ളിൽ അതിന്റെ കംപ്ലീറ്റ് ക്ലൗഡ് സിസ്റ്റം മാനേജ് ചെയ്യുന്നത് മൈക്രോസോഫ്റ്റ് ആണ്. ഇപ്പൊ ഈ മൈക്രോസോഫ്റ്റിൽ ഇപ്പോൾ നേരിടുന്ന ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ, ഈ മൈക്രോസോഫ്റ്റിൽ ഒരുപാട് ടെക്നീഷ്യൻസ് ചൈനീസ് പൗരന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട്. അതിനകത്ത് ചൈനീസ് പൗരന്മാരുണ്ട്, അതുപോലെ തന്നെ ചൈനീസ് ഒറിജിൻ ആയിട്ടുള്ള US പൗരന്മാരുമുണ്ട്. ഇത് ചൈനീസ് ഉദ്യോഗസ്ഥരെയാണ് ഇവർ ഏറ്റവും കൂടുതൽ പെന്റഗന്റെ ഉള്ളിലേക്ക് ഈ വർക്ക് ഏൽപ്പിച്ച് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തവണ പീറ്റർ ഹെഗ്സെത്ത് ഇതിന് ഒരു സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിരിക്കുകയാണ്. സ്റ്റോപ്പ് മെമ്മോ എന്ന് പറഞ്ഞാൽ 2 ആഴ്ചത്തേക്ക് ഒരു ഗ്യാപ്പ്. ഈ ചൈനീസ് സ്റ്റാഫിനെ വെച്ചുള്ള പെന്റഗന്റെ ഉള്ളിലേക്ക് ഒരു ക്ലൗഡ് സിസ്റ്റത്തിന്റെ സർവീസ് നടത്തണ്ട എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. ഈ ക്ലൗഡ് മാനേജ്മെന്റ് സിസ്റ്റത്തിന് കൊടുക്കേണ്ട പീരിയോഡിക് സർവീസ് 2 ആഴ്ചത്തേക്ക് ഡിലേ ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് 2 വീക്സ് സെക്യൂരിറ്റി റിവ്യൂ പീരിയഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 വീക്സ് സെക്യൂരിറ്റി റിവ്യൂ. ശരിക്കും പറഞ്ഞാൽ 2 ആഴ്ചത്തെ ഗ്യാപ്പ് എടുത്തിട്ട് ഇനി ഈ കമ്പനി മൈക്രോസോഫ്റ്റ് പുതിയ സ്റ്റാഫിനെ ഹയർ ചെയ്ത് കൊണ്ടുവരണം. ഇല്ലെങ്കിൽ അവർക്ക് വേറെ എവിടെയെങ്കിലും ഏതെങ്കിലും ബ്രാഞ്ചുകളിലൊക്കെ വേറെ സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുവരണം. പക്ഷേ പെന്റഗന്റെ ഉള്ളിലേക്ക് കടത്തി വിട്ട് ജോലി ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. ഒരുപാട് സെക്യൂരിറ്റി പ്രൊസീജിയേഴ്സ് ഉണ്ട്. പുതിയ സ്റ്റാഫിനെ ഇനി അപ്പോയിന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അതാണ് ഈ ഒരു സെക്യൂരിറ്റി റിവ്യൂ 2 വീക്സ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ 2 ആഴ്ച സമയമെടുക്കും ഇനി പെന്റഗന്റെ ഉള്ളിൽ ഈ മൈക്രോസോഫ്റ്റിന്റെ ഈ ക്ലൗഡ് സിസ്റ്റം സർവീസ് നടത്താൻ വേണ്ടിയിട്ട്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.